എല്ലാവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം. ഹനുമാനും അങ്കദനും ജാംബവാനും മറ്റ് രണശൂരന്മാരും ദക്ഷിണഭാഗത്തേക്ക് യാത്രയായി. ഹനുമാനും സംഘവും ഒഴിച്ച് പര്യവേക്ഷണത്തിനായി പുറപ്പെട്ട ബാക്കി എല്ലാവരും അനുവദിച്ച സമയമായ 30 ദിവസത്തിനുള്ളിൽ മടങ്ങി വന്നു. ഞങ്ങൾ സന്ദർശിച്ച എല്ലാ നാട്ടിലെയും സാധ്യതയുള്ള എല്ലാ ഒളിത്താവളങ്ങളിലും സീതയെ അന്വേഷിച്ചെന്നും സീതയുടെ പൊടി പോലും കണ്ടില്ലെന്നും മടങ്ങി വന്നവർ പറഞ്ഞു. ഹനുമാനും സംഘവും ദക്ഷിണഭാഗത്തെ എല്ലാ കാടുകളിലും മലകളിലും സീതയെ അന്വേഷിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അവരുടെ പാദങ്ങൾ മുറിഞ്ഞു, വിശന്നു വലഞ്ഞ് അവശരായി. നിബിഡവും കടന്നു ചെല്ലാൻ പ്രയാസവുമുള്ള ഒരു വനത്തിൽ അവർ ഒരു ഗുഹാമുഖം കണ്ടു. വെള്ളത്തുള്ളികൾ ചിറകുകളിൽ നിന്നും ഇറ്റുവീണുകൊണ്ടിരുന്ന പലതരം പക്ഷികൾ ആ ഗുഹയിൽ നിന്ന് പറന്നുപോയിക്കൊണ്ടിരുന്നു. വെള്ളം കണ്ടെത്താനാവുമെന്ന ആശയോടെ അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ഉള്ളിലേക്കുള്ള വഴി മുഴുവൻ ഇരുട്ടായിരുന്നു. അവർ കുറച്ച് നാഴിക ദൂരം നടന്നു കാണണം. വഴിക്ക് ഒരവസാനവും കാണുന്നില്ല. അത് ഭയങ്കരമായൊരു പരീക്ഷണം തന്നെയായിരുന്നു. അവസാനം ഇരുട്ട് കുറഞ്ഞു വരുന്നതായി അവർക്ക് തോന്നി. നിറയെ ഫലവൃക്ഷങ്ങളുള്ള വിശാലമായ ഒരു സമതലത്തിലാണ് അവർ എത്തിച്ചേർന്നത്. അതൊരു സുവർണ നഗരമായിരുന്നു. വഴികളത്രയും സ്വർണത്തിൽ വിളക്കിച്ചേർത്ത രത്നങ്ങൾ പതിച്ചവയാണ്. ഒരു സന്യാസി എന്ന പോലെ തോന്നിച്ച ഒരു വൃദ്ധയെ അവർ അവിടെ കണ്ടു. ഹനുമാൻ അവർ ആരാണെന്നും ആ സ്ഥലം അവരുടേതാണോ എന്നും ചോദിച്ച് മനസ്സിലാക്കി. മയനെന്നു പേരായ ഒരു രാക്ഷസനായിരുന്നു യഥാർത്ഥത്തിൽ ആ നഗരത്തിൻ്റെ അധിപതിയെന്ന് അവർ പറഞ്ഞു. അവൻ്റെ ദുർനടപ്പ് കാരണം ഇന്ദ്രൻ അവനെ കൊന്നു. ഇന്ദ്രസഭയിലെ ഹേമ എന്നൊരു സ്വർഗകന്യയ്ക്ക് സമ്മാനമായി നൽകപ്പെട്ടതാണ് ആ നഗരം. ഹേമയാകട്ടെ നഗരത്തിൻ്റെ ചുമതല ഈ ഉത്കൃഷ്ട വനിതയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണം ഹനുമാനും സംഘത്തിനും നൽകി. വാനരസംഘം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉത്തമ സ്ത്രീ അവരോട് പറഞ്ഞു, അപരിചിതരായ ഒരാൾക്കും ഈ നഗരത്തിൽ വന്നാൽ തിരിച്ചു പോകാൻ കഴിയില്ല. നിങ്ങളൊരു മഹത്തായ ദൗത്യവുമായി വന്നതായതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. അവർ പറഞ്ഞത് പ്രകാരം വാനരന്മാര് കണ്ണുകളടച്ചു. കുറച്ച് സമയത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ തങ്ങളെല്ലാം സമുദ്രതീരത്ത് എത്തിച്ചേർന്നതായി അവർ കണ്ടു. സമുദ്രതീരത്ത് നിന്നപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ച ഒരു മാസക്കാലം തീർന്നുപോയെന്ന് ഉടൻ അവർക്ക് മനസ്സിലായി. അങ്കദൻ വിലപിച്ചു, കഷ്ടം, നമ്മൾ സീതയെപ്പറ്റി ഒരു വിവരവും കിട്ടാതെ തലസ്ഥാനത്തേക്ക് മടങ്ങിയ നമ്മളെ അവർ തീർച്ചയായും വധിക്കും. മടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണം വരെ ഉപവസിക്കുന്നതാണ്. അതും പറഞ്ഞ് അങ്കദൻ താഴെ നിലത്തിരപ്പായി. അത് കണ്ട് മറ്റുള്ള വാനരന്മാരും അങ്കദന് ചുറ്റുമിരുന്നു കരയാൻ തുടങ്ങി. നേതാവില്ലാതെ കിഷ്കിണ്ഠയിലേക്കില്ലെന്നും നേതാവായ അങ്കദൻ്റെ കൂടെ തങ്ങളും മരിക്കുമെന്നും അവരുറപ്പിച്ചു. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിറകൊടിഞ്ഞ ഒരു വലിയ കഴുകൻ അവിടെ അടുത്തുള്ള ഒരു മലയിൽ ഗുഹയിൽ വന്നു വീണു. ധാരാളം ജീവികളെ കണ്ടപ്പോൾ അത് സന്തോഷിച്ചു. അവയെ ഒറ്റയടിക്ക് കൊന്നാൽ അതിന് കുറേ മാസങ്ങൾക്കുള്ള ഭക്ഷണമാവും. അങ്കദൻ പറഞ്ഞു, നമ്മൾ ഈ ജന്തുവിൻ്റെ കൈകൊണ്ട് ചാവുന്നതാണ് നല്ലത്. ഒറ്റയടിക്ക് ചാവുന്നതാണ് അനേകം ആഴ്ചകൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ല മരണം. എന്നാൽ നമ്മുടെ മരണം ജടായുവിനെ പോലെ രാവണനുമായി യുദ്ധം ചെയ്ത് മരിച്ചതിനോളം മഹത്വരമുള്ളതാവില്ല. ജടായുവിൻ്റെ പേര് കേട്ടപ്പോൾ ആ കഴുകൻ വാനരന്മാരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും ആരാണ് മാന്യരെ? ഏറെ കാലങ്ങളായി ഞാൻ കാണാത്ത എൻ്റെ സഹോദരൻ ജടായുവിൻ്റെ മരണത്തെപ്പറ്റി നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഞാൻ ജടായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാദിയാണ്. ഉഷസ്സിൻ്റെ ദേവനായ അരുണൻ്റെ മക്കളാണ് ജടായുവും സമ്പാദിയും. അവർ തങ്ങളുടെ യൗവനകാലത്ത് ആകാശത്തിൽ കൂടുതൽ ഉയരത്തിലെത്താൻ ആർക്കാണ് കഴിയുന്നതെന്ന ഒരു മത്സരം നടത്തി. അവർ ഉയരങ്ങളിലേക്ക് ഉയർന്നുയർന്ന് പറന്നുപോയി. സൂര്യൻ്റെ അടുത്തെത്തിയപ്പോൾ ജടായു ചൂട് സഹിക്കാനാവാതെ കത്തിക്കരിയാൻ പോവുകയായിരുന്നു.
ഉടൻ തന്നെ സമ്പാദി തൻ്റെ ചിറകുകൾ ജടായുവിൻ്റെ മീതെ പരത്തിപ്പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ സമ്പാദിയുടെ ചിറകുകൾ കരിയുകയും സമ്പാദി ഒരു കുന്നിൻ പുറത്ത് വീഴുകയും ചെയ്തു. അതിനുശേഷം അനങ്ങാനാവാതെ സമ്പാദി അവിടെ തന്നെ കഴിയുകയായിരുന്നു. രാവണൻ സീതയെ കട്ടുകൊണ്ടു പോകുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് സമ്പാദി പറഞ്ഞു. സീതയെപ്പറ്റി ഉറപ്പായ ഈ വിവരം കിട്ടിയപ്പോൾ വാനരന്മാർ സന്തോഷം കൊണ്ട് മതിമറന്നു. സമ്പാദിയുടെ കഷ്ടപ്പാടുകളും അവസാനിച്ചു. ശ്രീരാമനെ സഹായിച്ചാൽ തൻ്റെ ചിറകുകൾ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഋഷിയുടെ വരം സമ്പാദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം സമ്പാദിയുടെ ശരീരത്തിൽ പുതിയ ചിറകുകൾ മുളയ്ക്കുകയും ഉടൻ തന്നെ ഏറെ സന്തോഷത്തോടെ സമ്പാദി പറന്നു പോവുകയും ചെയ്തു. അവരുടെ അടുത്ത പ്രശ്നം സമുദ്രം ചാടിക്കടന്ന് ആര് ലങ്കയിലേക്ക് പോകുമെന്നതായിരുന്നു. അങ്കദൻ ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് കിട്ടിയത്. തനിക്ക് ലങ്കയിലേക്ക് ചാടാൻ കഴിയുമെന്നും പക്ഷേ തിരിച്ചു ചാടാൻ പ്രയാസമാണെന്നും അങ്കദൻ സ്വയം പറഞ്ഞു. ഹനുമാൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. ജാമ്പവാൻ ഹനുമാനോട് ചോദിച്ചു, നീ എന്താ ചങ്ങാതി മിണ്ടാതിരിക്കുന്നത്? നിന്റെ കരുത്തും ധൈര്യവും വിവേകവും പ്രസിദ്ധമാണല്ലോ. നിനക്ക് ഗരുഡനെപ്പോലെ പറക്കാൻ കഴിയും. നിന്നെപ്പോലെ ഇവിടെ ആരുമില്ല. എഴുന്നേൽക്ക്, ഹനുമാൻ മുന്നോട്ടു വാ. എന്നിട്ട് ഞങ്ങൾക്ക് ആശയും ധൈര്യവും പകർന്നു തരൂ. സ്വന്തം ശക്തിയെപ്പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോൾ ഹനുമാന്റെ രൂപം വലുതാവാൻ തുടങ്ങി. ആകാശം മുട്ടുവോളം വലുതായി. ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൽ കയറി ഹനുമാൻ അതിവേഗത്തിൽ മലയിൽ നിന്ന് ലങ്കയെ ലക്ഷ്യമാക്കി ചാടിയപ്പോൾ അലർച്ചയും പ്രകമ്പനവും ഉണ്ടായി. ഹനുമാൻ മേഘങ്ങൾക്കിടയിൽ മറയുവോളം വാനരസേന ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങളോടെ നോക്കി നിന്നു. തൻ്റെ പിതാവായ വായുഭഗവാനിൽ നിന്നാണ് പറക്കാനുള്ള രഹസ്യസൂത്രം ഹനുമാൻ പഠിച്ചത്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശക്തി തന്നെ സമുദ്രത്തിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ ഹനുമാന് തോന്നി. താഴേക്ക് നോക്കിയപ്പോൾ വളരെ വലിയൊരു രാക്ഷസി തന്നെ താഴേക്ക് വലിക്കുന്നതാണ് കണ്ടത്. ഹനുമാനെ വിഴുങ്ങാനായി അവൾ വായ വലുതാക്കി തുറന്നു. ഉടനെ ഹനുമാൻ അവളുടെ വായയിൽ പ്രവേശിക്കുകയും അവളുടെ വയറ് പൊളിച്ചു കീറി പുറത്തേക്ക് കടക്കുകയും ചെയ്തു. രാക്ഷസി ചത്തുവീണ് സമുദ്രത്തിൽ താണുപോയി. ഹനുമാൻ വീണ്ടും ഉയർന്ന് യാത്ര തുടർന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് ദുർഘടങ്ങൾ തരണം ചെയ്ത് ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേർന്നു. തൻ്റെ ശരീരം ചെറുതാക്കി ഒരു കൊച്ചു കുരങ്ങനായി മാറി താഴേക്കിറങ്ങി. പെട്ടെന്ന് തന്നെ തീക്ഷ്ണമായ കണ്ണുകളുള്ള ഒരു രാക്ഷസിയുടെ മുന്നിൽ ഹനുമാൻ ചെന്നുപെട്ടു. അവൾ ചോദിച്ചു, നീ ആരാണ്? എവിടെ പോകുന്നു? ഒട്ടും ഭയപ്പെടാതെ ഹനുമാൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ ചോദ്യം തന്നെ നിന്നോടും ചോദിക്കുന്നു. എൻ്റെ വഴി തടയാൻ നീ ആര്? ഞാൻ ലങ്കയുടെ രക്ഷികയാണ്, അവൾ പറഞ്ഞു. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിനക്ക് ലങ്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവൾ തൻ്റെ കൈപ്പത്തി കൊണ്ട് ഹനുമാന്റെ തലയിലടിച്ചു. ഹനുമാൻ വേദന കൊണ്ട് അലറി. എങ്കിലും ഒരു നിമിഷം കൊണ്ട് ശക്തി സംഭരിച്ച് അവളുടെ മേൽ ചാടി വീണ് മുഷ്ടി ചുരുട്ടി ശക്തിയായി പ്രഹരിച്ചു. അവൾ ശരീരത്തിലെ അവയവങ്ങളെല്ലാം തകർന്ന് തറയിൽ വീണു. ദയയ്ക്കായി യാചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നീ എന്നെ തോൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ ഒരു പ്രവചനം ഓർക്കുന്നു. ഞാൻ പരാജയപ്പെട്ടാൽ ലങ്കാനഗരം കീഴടക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യും. ഹനുമാൻ പിന്നെ കരുതലോടെ നഗരത്തിൽ പ്രവേശിച്ചു. നഗരവീഥികളിലൂടെ നടന്നു. വൈകുന്നേരമായപ്പോൾ കൊട്ടാരത്തിൽ കടന്നുകൂടാൻ കഴിഞ്ഞു. കൊട്ടാരത്തിലെ മുറികൾ തോറും സീതയെ അന്വേഷിച്ചു. പക്ഷേ എങ്ങും കണ്ടില്ല. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അശോകവനമെന്ന ഒരു മനോഹരമായ ഉദ്യാനത്തിൽ എത്തിച്ചേർന്നു. കുളിർക്കാറ്റും പൂങ്കാവനത്തിലെ മാധുര്യമേറുന്ന പഴങ്ങളും ഹനുമാനെ വിശ്രമത്തിനായി വിളിക്കുന്നത് പോലെ തോന്നി. ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ഹനുമാൻ സ്വയം പറഞ്ഞു. ഈ പഴങ്ങളും ആസ്വദിച്ച് ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. പെട്ടെന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്തോ തിളങ്ങുന്നതായി ഹനുമാൻ കണ്ടു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് അതിസുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. അറപ്പ് തോന്നിക്കുന്ന കുറെ രാക്ഷസികളുടെ സംരക്ഷണ വലയത്തിലായിരുന്നു അവൾ. ക്ഷീണിച്ചവശയായും ദേഹം ശോഷിച്ചും ആഭരണങ്ങൾ അണിയാതെയും ഉലഞ്ഞ മുടിയോടെയും തീർത്തും അശ്രദ്ധമായ വേഷത്തോടെയുമാണ് അവർ കാണപ്പെട്ടത്. ഹനുമാന്റെ ദൃഷ്ടിയിൽ അവർ ആളിപ്പടരുന്ന തീ പോലെയായിരുന്നു. അവരാശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് തന്റെ കണ്ണീരണിഞ്ഞ മുഖമുയർത്തിയപ്പോൾ ഹനുമാന്റെ ഹൃദയം അലിഞ്ഞുപോയി.
ഒരു നിമിഷം മറ്റൊരു ലോകത്തിലേക്ക് എത്തിയ പോലെ തോന്നി. അവരെ നോക്കിയപ്പോ തന്നിൽ ദിവ്യത്വം വർദ്ധിക്കുന്നതായി ഹനുമാന് തോന്നി. ഈ അനുഭവം ഹനുമാനിൽ അഗാധമായ സ്വാധീനമുണ്ടാക്കി. പെട്ടെന്ന് ഹനുമാന് അമൃതനായതുപോലെ തോന്നി. അതിനുശേഷം ഹനുമാൻ ആ സ്ത്രീരത്നത്തെ തൻ്റെ ജീവിത ലക്ഷ്യമാക്കി. താൻ തിരയുന്ന സീത ഇവർ തന്നെ ആയിരിക്കുമെന്ന് സഹജവാസന കൊണ്ട് ഹനുമാൻ മനസ്സിലാക്കി. അപ്പോ രാവണൻ ആ ഉദ്യാനത്തിലേക്ക് കടന്നു വന്നു. അയാൾ സീതയെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ എന്താണ് എന്നിൽ നിന്ന് അകന്നു മാറുന്നത്? എന്നെ സ്വീകരിച്ച് ഈ നാടിന്റെ മഹാറാണിയായി വാഴുക. നീ ഇത്രയും കാലം വൃഥാ കാത്തു കഴിഞ്ഞു. ജീവിതാവസാനം വരെ നിനക്കിങ്ങനെ കാത്തിരിക്കേണ്ടി വരും. രാമന് സമുദ്രം താണ്ടി ആർക്കും കീഴടക്കാൻ സാധ്യമല്ലാത്ത ഈ ലങ്കാനഗരത്തിലെത്താൻ കഴിയില്ല. ദേവന്മാർക്ക് പോലും ഇവിടേക്ക് കടക്കാൻ ഭയമാണ്. സീത അവജ്ഞയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വിവാഹിതയുടെ നേരെ മനസ്സ് തിരിക്കുന്നത് നിനക്ക് നല്ലതല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. നിന്റെ ഭാര്യമാർ പതിവ്രതകളും പരിശുദ്ധകരുമാകണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരോട് അങ്ങനെയാകണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നിനക്ക് ജീവിക്കണമെന്നും രാജ്യം ഭരിക്കണമെന്നുമുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്നെ എൻ്റെ പതിദേവന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. എന്നിട്ട് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കുക. രാവണൻ കോപാകുലനായി. അയാൾ അലറി, എന്ത്? ഞാൻ ആ നിസാര മനുഷ്യനോട് യാചിക്കുകയോ? ഞാൻ നിന്നെ ഇണക്കുവാൻ കൂടുതൽ ശ്രമിക്കും തോറും നീ എന്നെ കൂടുതൽ അധിക്ഷേപിക്കുകയാണ്. ഇനിയും 2 മാസം സമയമുണ്ട്. അതിനുശേഷവും നീ വഴങ്ങുന്നില്ല എങ്കിൽ എൻ്റെ പാചകക്കാർ വന്ന് നിന്നെ കൊത്തിയെരിഞ്ഞ് എൻ്റെ പ്രാതലിന് വിളമ്പും. ഈ ഭീഷണിയും മുഴക്കിയിട്ട് രാവണൻ ധൃതിയിൽ സ്ഥലം വിട്ടു. രാവണൻ പോയപ്പോ രാക്ഷസികൾ സീതയ്ക്ക് ചുറ്റും കൂടി. അവരിൽ ഒരുവൾ പറഞ്ഞു, രാവണനെ സ്വീകരിച്ച് ലങ്കയിലെ സമ്പത്തെല്ലാം അനുഭവിക്ക്. അല്ലെങ്കിൽ 2 മാസമൊന്നും കാക്കാതെ നിന്നെ ഞങ്ങൾ കൊല്ലും. ചുറ്റും കൂടിയ ക്രൂരകളായ ഈ രാക്ഷസികൾക്ക് നടുവിലിരുന്നു കൊണ്ട് സീത പൊട്ടിക്കരഞ്ഞു. അതുവരെ ഉറങ്ങുകയായിരുന്ന ത്രിജട വൃദ്ധരാക്ഷസി ഉണർന്നെഴുന്നേറ്റ് അവരെ വിലക്കി. നിർത്തടീ വിഡ്ഢികളെ, അവൾ ആക്രോശിച്ചു. സീതയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ സീതയും രാമനും ജയിക്കുന്നതും ലങ്ക പൂർണ്ണമായും നശിക്കുന്നതുമാണ് കണ്ടത്. തങ്ങളുടെ സ്നേഹിതയ്ക്കുണ്ടായ ഈ സ്വപ്നം രാക്ഷസിമാരെ തളർത്തി. സീതയെ തനിച്ചു വിട്ടിട്ട് അവരെല്ലാം സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി.